8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു ചെറിയ ഗോത്രകവിതയാണ് വെളിയെ. ഈ കവിതയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പി. ശിവലിംഗൻ. ഇരുള ഭാഷയിൽ എഴുതുന്ന കവിയാണ് പി. ശിവലിംഗൻ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി സ്വദേശിയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ GGVHSS ഫാറൂഖ് സ്കൂളിൽ അധ്യാപകനാണ്. ഗോത്രകവിതകളുടെ പല സമാഹാരത്തിലും ശിവലിംഗന്റെ കവിതകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാഷാപോഷിണി, മാധ്യമം, മാതൃഭൂമി തുടങ്ങിയ ആനുകാലികങ്ങളിൽ എഴുതുന്നു. വെളിയെ, ശവമഞ്ചം, മേലെ ചാളെ, ബുൾഡോസർ എന്നിവയാണ് പ്രധാന കൃതികൾ. ആശയം: ഒരു സമുദായം എങ്ങനെയെന്നും പുറത്തു നിർത്തപ്പെട്ടു എന്ന മൗലികമായ പ്രശ്നമാണ് വെളിയെ എന്ന കവിത ആവിഷ്കരിക്കുന്നത്. പുറത്താക്കപ്പെടൽ സ്ഥായിയായ അനുഭവമായി മാറിയ അരിക് ജീവിതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഈ കവിത. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ജീവിച്ചത് പുറത്താണ്. അതായത് സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് അവരുടേത്. അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് എടുക്കുന്നതും കുട്ടി ജനിച്ചു വീഴുന്നതും പുറത്തേക്കാണ്. ആദിവാസികളുടെ രീതി അനുസരിച്ച് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് പുറത്തൊരു കുടിലിലാണ് താമസിക്കുക. പിന്നീട് എല്ലാ മാസവും ഇതുപോലെ 3 ദിവസം പുറത്ത് കിടക്കുന്നു. ഇനി ആ കുട്ടി കല്യാണം കഴിച്ചു പോകുന്നതും പുറത്തേക്ക്, അതായത് മറ്റൊരു വീട്ടിലേക്ക്. കുട്ടി ജനിച്ചാൽ പുറത്തേക്കാണ്. മരണസമയത്ത് പുറത്തു വെച്ചാണ് എല്ലാം നടത്തുന്നത്. മരണശേഷം അടിയന്തര ചടങ്ങും പുറത്തുവെച്ച്. ഞങ്ങൾ ജീവിക്കുന്നത് കാട്ടിൽ. പുറത്തുള്ള ആളുകൾ കാട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കാട്ടിൽ നിന്നും പുറത്തായി. ഇനി എപ്പോഴാണ് ഞങ്ങൾ ഉള്ളിലേക്കാകുക? വിശകലനം: സമൂഹവും ഭരണകൂടവും നിയമവ്യവസ്ഥയും മാറ്റി നിർത്തപ്പെടുന്നതിനോടുള്ള അമർഷമാണ് പി. ശിവലിംഗന്റെ വരികളിൽ പ്രതിഫലിക്കുന്നത്. ഇരുള ഭാഷയിലാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. ഇരുളർ മുഖ്യമായി കേരളത്തിലെ പാലക്കാട് ജില്ലയിലും തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിലും കർണാടക സംസ്ഥാനങ്ങളിലും വസിക്കുന്നു. ചെറുമൃഗങ്ങളെ വേട്ടയാടിയും കൃഷി ചെയ്തുമാണ് ഇവർ ഉപജീവനം ചെയ്തിരുന്നത്. കവിതയുടെ തുടക്കത്തിൽ അവരുടെ ജീവിത രീതികളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നത് പുറത്തുനിന്നാണ്. അവരുടെ പ്രസവം, കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത്, വിവാഹം, മരണം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങി അവരുടെ ജീവിതം മുഴുവൻ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പുറം എന്ന് ഉദ്ദേശിക്കുന്നത് വനമാണ്. കാടാണ് അവർക്കെല്ലാത്തിനും സാക്ഷി. കാട്ടിൽ നിന്നാണ് അവർ ഭക്ഷണം ശേഖരിക്കുന്നത്. കാടുമായി ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ പെറ്റു വീഴുന്നത് പോലും മണ്ണിന്റെ മടിത്തട്ടിലേക്കാണ്. കാരണം അവർക്ക് വൈദ്യസഹായം നൽകാൻ ഡോക്ടറോ ഹോസ്പിറ്റലോ ഒന്നും തന്നെയില്ല. ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാറ്റിനും സാക്ഷി കാടാണ്. പക്ഷേ പുറത്തുനിന്നുള്ള മനുഷ്യർ കാട് കയറി വരാൻ തുടങ്ങിയതു മുതൽ അവർ കാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇനി എപ്പോഴാണ് ഞങ്ങൾ ഉള്ളിൽ എന്ന ചോദ്യം ഈ ലോകത്തോട് തന്നെ ഉള്ളതാണ്. നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു ജനതയാണ് ആദിവാസികൾ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്നോ അവർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടെന്നോ ഓർക്കാറില്ല. എന്തിന്, മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാറില്ല. നമുക്ക് മുൻപിലേക്ക് വരുന്ന ആദിവാസിയെ അവഗണനയോടെ അല്ലാതെ നമുക്കിടയിൽ ഒരാളായി നമ്മൾ അംഗീകരിക്കാറില്ല. പണ്ട് തൊട്ടേ സമൂഹത്തിന്റെയും ഭരണവർഗത്തിന്റെയും കണ്ണിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ് ഗോത്രവിഭാഗക്കാർ. എന്നാൽ ഇന്ന് കാടിനുമേലുള്ള മനുഷ്യന്റെ കൈകടത്തൽ അവരെ കാട്ടിൽ നിന്നു പോലും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. അവരും മനുഷ്യരാണ്. അവർക്കും അവരുടേതായ ഭാഷയും ജീവിത രീതിയും വേഷവിധാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരെയും നമ്മുടെ കൂടെ കൂട്ടുന്ന ഒരു കാലം എന്നുവരും എന്നൊരു വലിയ ചോദ്യം ഈ കവിതയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നു. കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന സമൂഹം ഒരിക്കൽ പോലും ഒരു ആദിവാസിയുടെ അവകാശങ്ങൾ ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മധു എന്ന ആദിവാസിക്ക് ജീവൻ വെടിയേണ്ടി വരില്ലായിരുന്നു. സമത്വവും സാഹോദര്യവും മൗലിക അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് ഇന്നും ആദിവാസികൾക്ക് സമൂഹത്തിൽ പരിഗണന ലഭിക്കാത്തത്. കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന് വെളിയെ എന്ന തലക്കെട്ട് തന്നെ ധാരാളം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.